ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ലെക്ചർ. നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇല്ലസ്ട്രേഷൻ നമ്പർ 42 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് പിക്സഡ് ലിമിറ്റഡ് ആസ് ഓൺ 31st December 2022 ഈസ് ഗിവൺ ബിലോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 10 lakh, നമ്പർ ഓഫ് ഷെയർസ് 10 each, 100 lakhs ഇൻ ലാക്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് 1 lakh redeemable preference shares at 100 each, 100 lakhs again. പിന്നെ നെക്സ്റ്റ് ലെസ് കോൾസ് ഇൻ അരിയേഴ്സ് ഓൺ 20,000 നമ്പർ ഓഫ് ഷെയർസ് 4 lakh rupees. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് കിട്ടാനുണ്ട് ആരുടെ അടുത്ത് നിന്നും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്നും. സോ 100 each ആണ് നമ്മൾ പെർ പ്രിഫറൻസ് ഷെയർസിന്റെ വാല്യൂ. ഇപ്പൊ 20,000 നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന സമയത്ത് എത്ര രൂപയാണ് തരാനുള്ളത് നമുക്ക് നോക്കാം. 4 lakh ഡിവൈഡ് ബൈ 20,000 is equal to 20. ഇപ്പൊ 20 rupees വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കോൾസ് ഇൻ അരിയേഴ്സ് തരാനുള്ളത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം തന്നിട്ടുണ്ട് 15 lakh ആണ്. റിസർവ്സ് 30 lakhs ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 15 lakhs ആണ്. ക്രെഡിറ്റേഴ്സ് 30 lakhs ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ് 140 lakhs. ഇൻവെസ്റ്റ്മെന്റ് 40 lakhs. സ്റ്റോക്സ് 46 lakhs. ഡെറ്റേഴ്സ് 30 lakhs. അതുപോലെ തന്നെ ബാങ്ക് 30 lakhs. ഇത്രയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഓൺ 1st January 2023 നമ്മൾക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നപ്പോഴാണ് 31st December 2022. 1st January 2023 എന്ത് ചെയ്തു? ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിംഗ് 40 lakhs വേർ സോൾഡ് ഫോർ 32 lakh. അപ്പൊ നമ്മളോട് പറയാണ് ഫിക്സ്ഡ് അസറ്റ് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ കോസ്റ്റും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് തന്നിട്ടില്ല. ഇപ്പൊ ഉള്ള കോസ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ളതെന്നുള്ള സംശയം എടുക്കാം. അപ്പൊ ഇവിടെ 40 lakhs rupees ഉണ്ട്. 32 lakh rupeesനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ 8 lakh rupees എന്തുണ്ട്? ലോസ് എമൗണ്ട് ഉണ്ട്. ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ജേണൽ എൻട്രി നമ്പർ 1. നെക്സ്റ്റ്, ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ഓൺ 1st February 2023 എ കമ്പനി ഇഷ്യൂഡ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓൺ 1st February 2023. എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ആസ് ടു ഫിനാൻസ് ദ റിഡംഷൻ. സോ റിഡംഷന് വേണ്ടി പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൺ. അത് മാത്രമല്ല ഇവിടെ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനിൽ കൊടുക്കേണ്ട ഒരു കാര്യം അറ്റ് 20% പ്രീമിയം എന്നും കൂടി കൊടുക്കണം. കാരണം റിഡംഷൻ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അറ്റ് 20% ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ്ലി തെറ്റിപ്പോകും. ഓക്കെ, ആൻഡ് ടു ലീവിങ് എ ബാലൻസ് ഓഫ് 10 lakhs ഇൻ ദി റിസർവ്സ്. അതുപോലെ തന്നെ റിസർവ്സിൽ 10 lakh rupees എന്ത് ചെയ്യണം? ബാക്കി വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി 2 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 2 സോഴ്സസ് ആണ്. ഒന്ന് ഫ്രഷ് ഇഷ്യൂ ചെയ്യാം. 2 നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് എടുക്കാം. സോ ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് എടുത്തതിന് ശേഷം ഫ്രഷ് ഇഷ്യൂ എത്ര ചെയ്യാം? എത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള എമൗണ്ട് അത്രയും നമുക്ക് ചെയ്യാലോ. ഇവിടെ നമ്മോട് സ്പെസിഫിക്കലി പറയാണ് റിസർവ് എന്നുള്ള ഈ ഒരു എമൗണ്ട്, റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എമൗണ്ട് 10 എന്ത് ചെയ്യണം? ബാലൻസ് അവിടെ വെക്കണം എന്ന് പറയുന്നുണ്ട്. സോ റിഡംഷൻ ഒക്കെ ചെയ്തോളൂ, പക്ഷെ റിഡീം ചെയ്യുന്ന സമയത്ത് റിസർവിൽ 10 lakh rupees ബാലൻസ് വെക്കണം. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മൈനസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാം? ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ അല്ലെ? ഓൾ ദ പേയ്മെന്റ്സ് വെയർ മെയ്ഡ് എക്സെപ്റ്റ് ടു എ ഹോൾഡർ ഓഫ് 10,000 നമ്പർ ഓഫ് ഷെയർസ് ഹു കുഡ് നോട്ട് ബി ട്രേസ്ഡ്. എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ഫോർ ദ വൺ ഹോൾഡർ ഹു ഹോൾഡ്സ് 10,000 നമ്പർ ഓഫ് ഷെയർസ്. സോ 10,000 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡർ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും എമൗണ്ട് അവിടെ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ദ കമ്പനി ഓൾസോ മെയ്ഡ് എ ബോണസ് ഇഷ്യൂ ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 1:10 ആസ് ഓൺ 31st December 2022. ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റിപ്പോയതാണോ 31st December 2023 ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ സെന്റൻസ് ഇങ്ങനെയാണ്: ദ കമ്പനി ഓൾസോ മെയ്ഡ് എ ബോണസ് ഇഷ്യൂ ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഇഷ്യൂ കൊടുത്തു. ഏത് റേഷ്യോയില്? 1:10. പിന്നെ ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആസ് ഓൺ 31st December 2022. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് എപ്പോഴാണ്? 31st December 2022. അപ്പം ഈ ഒരു ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം?
ബോണസ് ഇഷ്യൂ കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ എന്തല്ല, ആഫ്റ്റർ റിഡംഷൻ കഴിഞ്ഞ് അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്തതിന് ശേഷമല്ല എന്ത് ചെയ്യേണ്ടത്, ബോണസ് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ 10 lakh നമ്പർ ഓഫ് ഷെയർസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണസ് ഇഷ്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? വായിക്കുന്ന സമയത്ത് സിമ്പിൾ ആണ്. സിറ്റുവേഷൻ എന്താണ്? ആദ്യം ഒരു അസറ്റ് സെയിൽ ചെയ്യുന്നു, രണ്ടെന്താണ്, റിഡംഷൻ ചെയ്യുന്നു. റിഡംഷൻ ചെയ്യാൻ വേണ്ടി ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ട എത്ര എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മുടെ ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ വർക്കിംഗ് നോട്ട്സ് ആണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ വർക്കിംഗ് നോട്ട്, നമുക്ക് എത്ര രൂപയാണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. സോ വർക്കിംഗ് നോട്ട് നമ്പർ 1, computation of amount required for redemption. നമുക്ക് എത്ര രൂപ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഒന്ന്, ടോട്ടൽ എക്സിസ്റ്റിംഗ്, ഓക്കെ, existing preference share capital. existing preference share capital എത്രയാണ് നമുക്ക് നിലവിലുള്ളത്? നമ്മളോട് പറയുന്നത് 10 lakh number of shares at 100 വെച്ചിട്ടാണ് എന്തുള്ളത്, നിലവിൽ നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. അപ്പൊ എത്ര രൂപ വരും? 100 lakhs എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. ഓക്കെ, ഡൺ. രണ്ടാമത് നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കുക, റിഡംഷൻ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. സോ ഇവിടെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ളത് എത്ര മാത്രമാണ്? ലെസ് കോൾസ് ഇൻ അരിയേഴ്സ്. സോ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് നമുക്ക് 20,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 4 അല്ലെങ്കിൽ 2 എങ്ങാനാണോ? നോ, എത്ര തന്നെയാണ്? 100. സോ 20,000 ഇൻറ്റു 100 എന്ന് വെച്ചാൽ എത്ര വരും? 20. അപ്പൊ ഇത്രയും മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ഈ 80 lakhs ആണ് എന്ത്? ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80 lakhs ആണ്, അല്ലാതെ 100 lakhs മൈനസ് 4 അല്ല. ഓക്കെ ആണോ? ഓക്കെ. ഇനി ആഡ് പ്രീമിയം ഓൺ റിഡംഷൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു 20% പ്രീമിയത്തിലാണെന്നുള്ള കാര്യം. അത് എന്തിനാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കമ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ പ്രീമിയം അറ്റ് 20%. സോ 80 lakhsന്റെ മുകളിൽ 20% അപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 16 lakhs. സോ 16 lakh കൂടി മൈനസ് ആഡ് ചെയ്താൽ മൊത്തം 96 lakh. ടോട്ടൽ വാല്യൂ ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ 96 lakh. അപ്പൊ മൊത്തം നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എത്രയാണ്? 96 lakhs. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 2. ഈ വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. സോ നമ്മൾ എത്ര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ഇഷ്യൂ, കാൽക്കുലേഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് അങ്ങനെ കൊടുക്കാം, അതാണ് ബെറ്റർ. കാൽക്കുലേഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ ഇക്വിറ്റി ഷെയർസ് എത്രയാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വർക്കിംഗ് നോട്ടിലേക്ക് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വാല്യൂ ഓഫ് റിഡംഷൻ എത്രയാ? നമ്മൾ ഓൾറെഡി മോളിൽ കണ്ടു. വാല്യൂ ഓഫ് റിഡംഷൻ എത്രയാ? 96 lakh. ഈ 96 lakhsൽ നമ്മൾ രണ്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് വാല്യൂ
പ്രീമിയം എമൗണ്ട്, പിന്നെ ടോട്ടൽ കോളം. സോ ഇങ്ങനെ നമ്മൾ 3 കോളം ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാല്യൂ ഉണ്ട്, പ്രീമിയം ഉണ്ട്, ടോട്ടൽ കോളം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഓഫ് റിഡംഷൻ. സോ വാല്യൂ ഓഫ് റിഡംഷൻ നമുക്ക് വരുന്നത് 3 കോളമാണ്. ഓക്കെ, ഡൺ. ഫേസ് വാല്യൂല് നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാ, 80 lakhs. പ്രീമിയത്തിൽ വരുന്നത് 16 lakhs. മൊത്തം നമുക്ക് വരുന്നത് 96 lakhs. ഈ 96 lakhs റുപ്പീസ് മൊത്തത്തിൽ നിന്നും നമുക്ക് ഏതൊക്കെ എമൗണ്ട്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്യണം. അതാണ് നമ്മുടെ കൺസേൺ. ഓക്കെ, ലെസ് നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫസ്റ്റത്തെ ഐറ്റം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. കാരണം ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഫ്രീ റിസർവ്സ് എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട് 15 lakh. സെക്യൂരിറ്റി പ്രീമിയം 15 lakh റുപ്പീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് വേണ്ടി നമുക്ക് സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ഔട്ട് ഓഫ് 15 lakh റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ലെസ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ് 15 lakh റുപ്പീസ് നമുക്ക് പ്രീമിയം എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 15 lakh റുപ്പീസ് നമുക്ക് ഇവിടെ മൈനസ് ചെയ്തു. ഓക്കെ, ഡൺ. നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്താണ്, റിസർവ്സ് അവൈലബിൾ ആണ്. റിസർവ്സ് എത്ര എമൗണ്ട് ആണ് വരുന്നത്, 30 lakhs. പക്ഷേ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ നമ്മളോട് പറയുന്നുണ്ട് സ്പെസിഫിക്കലി ലീവിങ് എ ബാലൻസ് ഓഫ് 10 lakhs ഇൻ റിസർവ്സ്. റിസർവ്സിൽ 10 lakh റുപ്പീസ് ബാലൻസ് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തൊടാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസർവ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20 lakhs. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എത്രയാണ്, 15 lakhs. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ലെസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെ ഒരു വർക്കിംഗ് നോട്ട് കൂടി ആവശ്യമുണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ 3. എന്ത് വർക്കിംഗ് നോട്ട് നമ്പർ 3 ആണെന്നറിയോ, ദ ബാലൻസ് ഓഫ് വർക്കിംഗ് നോട്ട് നമ്പർ 3, കമ്പ്യൂട്ടേഷൻ ഓഫ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആഫ്റ്റർ സെയിൽ ഓഫ് അസറ്റ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അസറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. സോ അസറ്റ് സെയിൽ ചെയ്യുന്ന എത്ര രൂപക്കാണ്, 40 lakh റുപ്പീസ് വാല്യൂ ഉള്ളത് 32 lakh റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 8 lakh റുപ്പീസ് നമുക്ക് ലോസ് ഉണ്ടല്ലോ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് വാല്യൂ എത്രയാണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള കറണ്ട് വാല്യൂ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15 lakhs. 15 lakh അല്ലേ നമ്മളെ ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ള ബാലൻസ്. ഓക്കെ, ഡൺ. അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, ലെസ് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. എത്രയാ, 8 lakh റുപ്പീസ്. ബാക്കി എത്ര വേണ്ടി വരും, 7 lakh റുപ്പീസ്. ബാലൻസ് അവൈലബിൾ. സോ മൊത്തം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് എത്ര മാത്രമാണ്, 7 lakh ആണ്, 15 lakh അല്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ള വർക്കിംഗ് നോട്ടിലേക്ക് പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്റെ കയ്യിൽ മൊത്തം ഉള്ളത് എത്രയാണ്, 7 lakh റുപ്പീസ്. ഔട്ട് ഓഫ് 7 lakh റുപ്പീസ് നമുക്ക് ഇവിടെ 16 lakh റുപ്പീസ് പ്രീമിയത്തിൽ നിന്നും നമുക്ക് 15 lakh റുപ്പീസ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുത്തു. ബാക്കി 1 lakh റുപ്പീസ് ഉണ്ട്. ഈ 1 lakh റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. അതേപോലെ തന്നെ ബാക്കി 6 lakh റുപ്പീസ് എവിടുത്ത് മൈനസ് ചെയ്യാം, ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പൊ മൊത്തം നമ്മൾ 7 lakh റുപ്പീസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ലെസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയി, സെക്യൂരിറ്റി പ്രീമിയം ആയി. ഇനി നമ്മുടെ കയ്യിലുള്ളത് റിസർവ്സ് മാത്രമാണ്. റിസർവ്സിന്റെ കാര്യം എന്താ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 30 lakhs ആണ് മൊത്തം ഉള്ളത്. പക്ഷെ നമ്മളോട് മാക്സിമം 10 ലക്ഷം രൂപ അവിടെ ലീവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 10 ലക്ഷം രൂപ ലീവ് ചെയ്താൽ ബാക്കി നമുക്ക് 20 lakhs റുപ്പീസ് ഉണ്ട്. 20 lakhs റുപ്പീസ് നമ്മൾ ഫേസ് വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം പ്രീമിയം എമൗണ്ട് കംപ്ലീറ്റ് ആയി, നമുക്ക് അവിടെ ഇനി ആവശ്യമില്ല. 20 lakhs റുപ്പീസ് മൈനസ് ചെയ്തു. ഇനി ഇത് മൊത്തം നമ്മൾ മൈനസ് ചെയ്ത് എത്ര എമൗണ്ട് ആണോ ബാലൻസ് വരുന്നത്, ആ ബാലൻസ് വരുന്ന എമൗണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡൺ. ബാ. സോ 80 - 6 - 20,
54 lakh. ഇവിടെ 0, ഇവിടെയും 54 lakh വരും. ഇതാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി, വാല്യൂ ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. സോ ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര രൂപക്കാണ്? 54 lakh rupees-നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സോ വർക്കിംഗ് നോട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് എത്ര രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, എത്ര രൂപയാണ് പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രീസ് ഡയറക്റ്റ് ചെയ്യാം. സോ ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഒന്നാമത്തെ ജേണൽ എൻട്രീസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു അസറ്റ് സെയിൽ ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ പേരെന്താണ്? പിക്സൽ ലിമിറ്റഡ്. സോ ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് പിക്സൽ ലിമിറ്റഡ് കമ്പനി. ഓക്കെ, ജേണൽ എൻട്രി എപ്പോഴും ടൈറ്റിലും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യാം? ജേണൽ എൻട്രീസ് ആണെങ്കിൽ ലെഡ്ജേഴ്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. പ്രോപ്പർ ഫോർമാറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാം. ഒന്നാമത് ജേണൽ എൻട്രി ഓൺ 1st January 2023. നമുക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് യൂസ് ചെയ്യാം. അസറ്റ് സെയിൽ ചെയ്തു 32 lakh rupees ആണ്. സോ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും ബാലൻസ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 32 lakh ടു ഫിക്സ്ഡ് അസറ്റ്. അസറ്റ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു 40 lakh rupees. 32 lakh rupees ആണ് നമ്മൾ ബാങ്കിലേക്ക് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള എമൗണ്ട്. 32 lakh നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 lakhs ആയിരുന്നു. അപ്പൊ ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. സോ ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 8 lakh rupees. ഈ 8 lakh rupees ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് ചെയ്തു. ഇതാണ് നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 3 കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ 8 lakh rupees അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ജേണൽ എൻട്രി ഡൺ. സെക്കൻഡ് ജേണൽ എൻട്രി നമ്മളോട് പറയുന്നത് 1st February 2023 കമ്പനി സഫീഷ്യന്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ മൊത്തം 96 lakh rupees ആണ് ആവശ്യമുള്ള എമൗണ്ട്. ഇതിന് നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 2 കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് 54 lakh rupees-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് കിട്ടി. അപ്പൊ അത്രയും എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരണം. സോ 54 lakh rupees നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. ഇത് എന്തിനു വേണ്ടിയിട്ട് വന്ന എമൗണ്ട് ആണ്? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഡയറക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു എൻട്രി ഫസ്റ്റ് ഇടാം. അതിനുശേഷം ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ 2 എൻട്രി ആയിട്ട് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യാൻ ആവശ്യമുള്ള ഫ്രഷ് ഇഷ്യൂസ് ചെയ്തു. ഓക്കെ, ഡൺ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള മോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് നോട്ട് നമ്പർ 2 കാണിച്ചതുപോലെ 6 lakh rupees പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും, റിസർവ്സിൽ നിന്ന് 20 lakh rupees, പിന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും 15 lakh, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1 lakh. ഇത്രയും എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? എമൗണ്ട് റെഡിയാക്കി വെക്കണ്ടേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട് നമ്മൾ ലാബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണ്ടേ? സോ ആ ലാബിലിറ്റി ഡ്യൂ എൻട്രി ആണ് നമ്മൾ ഇടുന്നത് നെക്സ്റ്റ്. സോ ഡ്യൂ എൻട്രി എന്ന് പറയുന്നത് 96 lakh ആണ്. 96 lakh നമുക്ക് ഡ്യൂ എൻട്രി ഇടാൻ വേണ്ടിയിട്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ നമ്മൾ ആദ്യം റെഡീം ചെയ്യുന്ന സമയത്ത് ഡ്യൂ ആവുന്ന എമൗണ്ട് കാണിക്കണം. സോ പ്രിഫറൻസ് ഷെയർസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് എത്ര എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യുന്നത്. ഫേസ് വാല്യൂ 8 lakhs rupees. ഓക്കെ, പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 16 lakhs rupees. Total amount due to preference shareholders account 96 lakh. മൊത്തം 96 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് നമുക്ക് ഈ പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. സോ പ്രീമിയം എമൗണ്ട് 16 lakh rupees ആണല്ലോ ഉള്ളത്. അത് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നും 15 lakhs പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും 1 lakhs കൂടി മൊത്തം നമ്മൾ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നു 16 lakh. സോ 15 lakh rupees നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും അതുപോലെ തന്നെ പിയാൻഡിൽ നിന്നും 1 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്തത് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, നേരത്തെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ലയബിലിറ്റി പോകാൻ പോവാണ്. സോ ലയബിലിറ്റി കുറയുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എത്രയായിരുന്നു ലയബിലിറ്റി? 96 lakh rupees നമ്മൾ കൊടുക്കണമായിരുന്നു ടു ബാങ്ക് അക്കൗണ്ട് 96 lakhs. ഓക്കെ, ഡൺ. ഇനി if the amount is അല്ലെങ്കിൽ if the redemption of preference shares is out of profit ആയിട്ടുള്ള കറസ്പോണ്ടിങ് എമൗണ്ടിന്റെ ഫേസ് വാല്യൂ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ലാസ്റ്റ് എൻട്രി. സോ ഇവിടെ നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ റിസർവ്സിൽ നിന്നാണ്. ഓക്കെ അല്ലേ? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എത്ര എടുത്തേ? 6 lakh rupees ഓഫ് ഫേസ് വാല്യൂ. പിന്നെ റിസർവ്സിൽ നിന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർവ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30 lakh rupees ആണ് ബാലൻസ് ഉള്ളത്. അതിൽ നിന്നും 10 lakh rupees അവിടെ ബാലൻസ് വെക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 20 lakh rupees എടുത്തു വർക്കിംഗ് നോട്ട് നമ്പർ 2 പ്രകാരം ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 26 lakh rupees. ഡൺ. ഇത്രയും ജേർണൽ എൻട്രീസ് കഴിഞ്ഞു. നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കംപ്ലീറ്റ് ആയി. ഇനി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കംപ്ലീറ്റ് ആയി മാത്രമല്ല, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ 96 lakhല് എന്താ പ്രശ്നം? നമ്മൾ മൊത്തം 96 lakh rupees പേയ്മെന്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഇവിടെ 96 lakh rupees പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളോട് പറയുന്നുണ്ടായിരുന്നു 10,000 നമ്പർ ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാളെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അവിടെ 10,000 നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് അവിടെ പെൻഡിങ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 10,000 മൈനസ് ചെയ്തിട്ട് ബാക്കി 70,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 120 rupees ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് 84. ഈ ഒരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ എമൗണ്ട് എഴുതി തന്നെയാണ്. നോർമലി നമ്മൾ ലാബിലിറ്റി എത്രയാണോ എമൗണ്ട് അതിന് കറസ്പോണ്ടിങ് പെട്ടെന്ന് എന്ത് ചെയ്യാം? പേയ്മെന്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡർ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോ 84 lakh rupees ആയിരിക്കും ബാങ്കിൽ നിന്ന് പേയ്മെന്റ് പോയിട്ടുണ്ടാവും. ഓക്കെ, ഡൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി. ബോണസിന്റെ കാര്യം നമ്മളോട് പറയുന്നത് എന്താണ്? The company also made a bonus issue to the existing shareholders as on 31st December 2022 at a ratio of 1:10. അതാണല്ലോ റേഷ്യോ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh ഇക്വിറ്റി ഷെയർസ് ആണ്. 10 lakh ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന അവർക്ക് 1:10 എന്നുള്ള രീതിയിൽ ബോണസ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ അല്ലേ? സോ ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എടുക്കാം അല്ലേ? സോ ഈ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? CRR അക്കൗണ്ട്. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ CRR അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ തൊട്ട് മുകളിലുള്ള ജേർണൽ എൻട്രി നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്തു? CRR അക്കൗണ്ടിലേക്ക് 26 lakh rupees ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നുള്ള അക്കൗണ്ട് നോക്കുമ്പോൾ ബാലൻസ് അവൈലബിൾ ആണോ? ആണ്. എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? 26 lakhs rupees അവൈലബിൾ ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ള മൊത്തം ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? 100. സോ 100 ഇൻറ്റു 1/10 എന്ന് പറഞ്ഞാൽ എത്ര വരാം? 10 lakhs rupees. സോ 10 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഫസ്റ്റത്തെ ക്യാപിറ്റലൈസേഷൻ നമുക്ക് ചെയ്യാം. ക്യാപിറ്റൽ
റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്? 10 lakh rupees. സ്റ്റിൽ നമ്മളെ CR അക്കൗണ്ടിൽ 16 lakh rupees ഉണ്ട്. ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 lakh rupees. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർ മറന്നു പോയോ? ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 10 കഴിഞ്ഞു. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് റിലേറ്റഡ് ടു നമ്മുടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇല്ലസ്ട്രേഷൻ നമ്പർ 42. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള തെറ്റ് എന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല. റിക്വയർമെന്റ് ഫണ്ട് എത്രയാണ് എന്നുള്ള കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കറക്റ്റ് തന്നെയാണ്. 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു. അതിൽ 20,000 നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അൺപെയ്ഡ് അല്ലെങ്കിൽ കോൾസിന് അരിയേഴ്സ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്. സോ അത് മൈനസ് ചെയ്ത് ബാക്കി 80,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. 80,000 നമ്പർ ഓഫ് ഷെയർസ് 100 rupees മൾട്ടിപ്ലൈ ചെയ്താൽ 80 lakhs. പിന്നെ പ്രീമിയം എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് 20% പ്രീമിയത്തിൽ ചെയ്താൽ എത്രയും 16 lakh rupees. മൊത്തം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ട് എത്രയാണ്? 96 lakh rupees ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനിൽ 20% ആഡ് ചെയ്യാനുള്ള റീസൺ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രീമിയത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? 20% ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്യാതെ പ്രീമിയം ഇല്ലാതെ നമുക്ക് കാണിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ പ്രീമിയത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. മോർ ഓവർ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 20% ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തിരുത്തിയിട്ടുണ്ടായിരുന്നു. സോ 20% അവിടെ ആഡ് ചെയ്താൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. നെക്സ്റ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 2 നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ട് എത്രയാണ്? 80 lakhs rupees നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ, 16 lakh rupees പ്രീമിയം, മൊത്തം 96 lakh rupees ആണ് വേണ്ടത്. അതിൽ സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് പ്രീമിയം എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 6 lakh rupees നമുക്ക് നോമിനലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീമിയത്തിൽ 1 lakh rupees. ഇത് എങ്ങനെയാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്? വർക്കിംഗ് നോട്ട് നമ്പർ 3 നമ്മൾ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് 7 lakh വന്നതെന്നുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ജനറൽ റിസർവ്, ആക്ച്വലി ജനറൽ റിസർവ് എന്നുള്ള ടേം നമ്മൾ ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും റിസർവ് എന്ന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ജനറൽ എന്ന് വേണമെങ്കിൽ ഓക്കെ, പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ റിസർവ് എന്ന് മാത്രമാണ് പറഞ്ഞത്. റിസർവ് എത്രയാണ്? 30 lakh rupees ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 10 നമ്മൾ മൈനസ് ചെയ്ത ബാക്കി 20 lakhs rupees യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുന്നത് നോക്കിയേ. 80 minus 6 minus 20 54 അല്ലേ? അല്ലാതെ 60 അല്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ തെറ്റ്. ഇവിടെ എത്ര തന്നെയാണ് വരാം? 54. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്നാമത്തെ തെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 60 lakhs പകരം 54 lakhs ആണ് വേണ്ടത്. ഈ 60 lakhs മാറുന്നതോടുകൂടി ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ആൻസറും തെറ്റി. നമ്മൾ ഫ്രഷ് ഇഷ്യൂവിന്റെ എമൗണ്ട് മാറി, മൊത്തം എല്ലാം കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് ശരിക്കും 54 lakhs മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ന്യൂ ഇഷ്യൂ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, മേ ബി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ 6 lakh rupees കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കാം, വാട്ട് എവർ. പിന്നെ ആക്ച്വൽ പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. അതിൽ 10,000 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. 84 lakh ആണ് നമുക്ക് ആക്ച്വലി പേയ്മെന്റ് ചെയ്യുന്നത്. അതും ഓക്കെ. ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 1/10, 11 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 10 lakh rupees ആണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള എക്സിസ്റ്റിംഗ് ബാലൻസ് ലെസ് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 8 lakh rupees, ബാലൻസ് 7 lakh rupees ആണ്. അതിൽ നിന്ന് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള യൂസ്ഡ് പ്രീമിയമോ റിഡംഷനോ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ 1 lakh rupees യൂസ് ചെയ്തു. അതുപോലെ തന്നെ 6 lakh rupees നമ്മൾ എന്ത് യൂസ് ചെയ്തു? 6 lakh rupees നമ്മൾ ഫേസ് വാല്യൂവിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ റിസർവ്സ് നമ്മുടെ കയ്യിലുള്ളത് 20 lakh rupees ആണ്. മൊത്തം 27 lakh rupees ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ, ഡൺ. ഇനി ജേർണൽ എൻട്രീസ് നോക്കുന്ന സമയത്ത് ഒന്നാമത് ടെക്സ്റ്റ് ബുക്കിൽ ഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി ഡേറ്റ്സ് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആൻസറിലും സ്പെസിഫിക് എന്ത് ചെയ്യണം? ഡേറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കണം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാം. 32 lakh rupees തന്നെ ഇതിൽ കുഴപ്പമൊന്നുമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇവിടെ കാണിച്ചു. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നു. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് എത്രയാണ്? 1 February 2023 ആണ്. 60 lakh rupees ആണോ? അല്ല, എത്രയാ?
54. ഇതാണ് സെക്കൻഡ് മിസ്റ്റേക്ക്. മുകളിലുള്ള 60 കാണിക്കുന്നതിന് പകരം 54 ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ ഡൺ. നെക്സ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ഡ്യൂ എൻട്രി ഇടുന്നു. സോ ഡ്യൂ എൻട്രി ഇടുന്ന സമയത്ത് 8 lakh rupees ഇതിന്റെ അലൈൻമെന്റ് ഇങ്ങനെയാണ് വരുന്നത്. 80 lakh rupees പ്രീമിയം റിഡംഷനോ പ്രിഫറൻസ് ഷെയർസ് 16 lakh, മൊത്തം 96 lakh rupees ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ജനറൽ റിസർവ് എന്നല്ല, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പേര് റിസർവ് അക്കൗണ്ട് എന്ന് മാത്രമാണ്. സോ റിസർവ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും 20 lakh, 6 lakh rupees, മൊത്തം 76 lakh rupees നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന ഫ്ലോ നോക്കുകയാണെങ്കിൽ ശരിക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, CR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് നേരത്തെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജനറൽ എൻട്രി. ഇതിന്റെ അലൈൻമെന്റ് ചെറിയ തെറ്റുണ്ട്. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള പേയ്മെന്റ് അലൈൻമെന്റ് ശ്രദ്ധിക്കുക, ഇതിലും തെറ്റുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പേയ്മെന്റ് ചെയ്തത് 84 lakh ആണ്. 96 ഔട്ട് ഓഫ് 96 lakh rupees 84 lakh rupeesന്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്നും 10 lakh rupees വെച്ച് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്തു, മൊത്തം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh rupees. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമ്പർ 42 ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൽ മറ്റേത് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ടെക്സ്റ്റ് ബുക്കിൽ തെറ്റായതുകൊണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.